ഒരു ചെമ്മീൻ ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് ചൂടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന രീതിയിലാണ്. ഞാനിപ്പോൾ ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാനല്ല ഈ ചെയ്യുന്നത്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് വൃത്തിയാക്കിയ ഈ ചെറിയ ചെമ്മീനാണ്. അത് ചൂടാക്കി അതൊന്ന് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം ഒരു 6 വറ്റൽമുളക് അതൊന്ന് ചൂടാക്കി അതിൻ്റെ കളറ് ഒന്ന് ഡാർക്കായി വരുമ്പോഴേക്കും അത് മാറ്റി വെച്ചു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും ഒരു 6 ചുമന്നുള്ളിയും അതും ചേർത്ത് ഒന്നുകൂടി ഈ ഡ്രൈ, അതായത് ഇതിലൊന്നും എണ്ണയോ അല്ലെങ്കിൽ ഉപ്പോ ഇതുവരെ നമ്മൾ ചേർക്കുന്നില്ല, ഈ ഒരു സെറ്റിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കി ഡ്രൈ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഇനി നമുക്ക് പിന്നീട് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. ആ തേങ്ങ ചിരകിയതും ഇതിനകത്ത് ചേർത്ത് അതും ഡ്രൈ ആയി അതൊരു പുളിയുറുമ്പിൻ്റെ കളറായി കഴിയുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് ചൂടാക്കി വെച്ചതും അതുപോലെ തന്നെ ഈ ചെമ്മീൻ നന്നായിട്ട് ചൂടാക്കി വെച്ചതും ഇതിനകത്തോട്ട് ഈ തേങ്ങയിലോട്ടും ഇതിലേക്ക് ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ മിക്സിയിൽ ചൂടാറിയിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. കാര്യം ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയേക്കാളും കൂടുതൽ നമ്മൾക്ക് എരിവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ഒരു കറിയില്ല, നമുക്കൊരു ചാറ് കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോരാ എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് എടുത്തിട്ട് ആ സമയത്ത് ഇത്തിരി തേങ്ങയും നമുക്ക് ആവശ്യത്തിന് മുളകോ ഇഞ്ചിയൊക്കെ ചേർത്ത് വേപ്പിലയൊക്കെ നന്നായി ചേർത്ത് നമുക്കത് ചമ്മന്തിയുടെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ പ്രൊസീജിയറും ഒരുമിച്ച് ചെയ്യുന്നതിലും ഈസിയാണ് ഇതിങ്ങനെ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ. ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് കുറച്ചിങ്ങനെ ഇപ്പോൾ കൂടുതൽ മസാലയൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നീട് ആ സമയത്ത് കറി നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് ഇതിനൊരു ചമ്മന്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യൂ.